ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കോവയ്ക്ക മസാല ഫ്രൈ ഉണ്ടാക്കിയാലോ. വളരെ കുറച്ച് എണ്ണയ്ക്കകത്താണ് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് നടുവേ ഒന്ന് മുറിച്ചിട്ട് എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാം അത്രത്തോളം ആക്കണം. നമുക്ക് നാടൻ കോവയ്ക്കാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഏതായാലും കുഴപ്പമില്ല, എന്നാലും ഇതെങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. ചപ്പാത്തികളുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അന്നേരം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പുളിക്കാച്ചി ടേസ്റ്റാണ്. അന്നേരം ഒരുപാട് മധുരമില്ലാത്ത ഇച്ചിരി വിളഞ്ഞ പോലൊക്കെ ഉള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ ഒരുപാട് പഴുത്തതാകുമ്പോഴാണ് ഒരു മധുരം വരുന്നത്. ഇത് പക്ഷേ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അന്നേരം ഞാൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അന്നേരം എല്ലാം മുറിച്ചു. അന്നേരം ഞാൻ ഈ തീയിൽ വെച്ചായിരുന്നു. ഇത് മുരിങ്ങയ്ക്കായും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് തീയൽ, നല്ല ടേസ്റ്റ് തീയൽ. അന്നേരം പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് 2 ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട്, ഒരു സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തിടാം. ഞാൻ വളരെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശകലം കുരുമുളക് ഇട്ട്, നമുക്കിപ്പം വേണമെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂവപ്പൊടി ഉണ്ടല്ലോ, കൂവപ്പൊടി, ആരോ റൂട്ടിൻ്റെ പൗഡർ, അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം ഒന്ന് തളിച്ച് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും. അപ്പോൾ നന്നായിട്ടത് പിടിച്ച് കിട്ടും. നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വളരെ കുറച്ചെടുത്ത്. ഇങ്ങനെയൊക്കെ ഈ മസാല ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലൊക്കെ എണ്ണ വറുത്ത് വരും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാകുമ്പോൾ ഒത്തിരി എണ്ണ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ആ ഒരു മസാല വരട്ടിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വേവിക്കാം. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല ഇതിന്. നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇടയ്ക്ക് ഞാൻ ഒരു വിരുന്നുകാർ വന്നു. അന്നേരം ഞാൻ വിചാരിച്ച് തീ ഓഫാക്കി വെച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഓഫാക്കിയില്ലായിരുന്നു. ആ പാത്രം ഒന്ന് കരിഞ്ഞു പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് വേറെ പാത്രത്തിലിട്ട്. എന്തായാലും കോവയ്ക്ക ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചു. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. തീ കുറച്ചിട്ടൊന്ന് അടച്ച് വേവിച്ചാൽ മതി. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യം. അപ്പം എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.